ആലപ്പുഴ മാന്നാറിൽ കലയുടെ മൃതദേഹമോ അല്ലെങ്കിൽ മൊഴികളുടെ അടിസ്ഥാനത്തിൽ ലഭിച്ച സൂചനകളൊക്കെ സത്യമാണോ എന്നറിയാൻ പോലീസ് പരിശോധന നടത്തുകയാണ്. 15 വർഷം മുമ്പാണ് കല എന്ന 20-കാരിയെ കാണാതാകുന്നത്. ഭർത്താവിൻ്റെ ക്രൂരതകൾക്ക് വിധേയമായി അവൾ കൊല്ലപ്പെട്ടതാണ് എന്ന ചില വിവരങ്ങൾ പോലീസിന് ലഭിക്കുന്നു. ഊമക്കത്തായി ലഭിക്കുന്ന വിവരങ്ങളുടെ അടിസ്ഥാനത്തിൽ പോലീസ് പരിശോധന നടത്തുന്നു. ഭർത്താവായ അനിലിൻ്റെ ബന്ധുവും സുഹൃത്തുക്കളും അടക്കം 5 പേരെ പോലീസ് കസ്റ്റഡിയിലേക്ക് എടുക്കുന്നു. അവരുടെ മൊഴി പ്രകാരം കലയെ കൊന്നു കുഴിച്ചുമൂടിയത് ഈ അനിലിൻ്റെ വീടിന് ചുറ്റുമാണ്, പരിസരത്ത് എവിടെയോ ആണ് എന്ന് അവരുടെ മൊഴിയിൽ നിന്നും ലഭിക്കുന്നു. അതിൻ്റെ അടിസ്ഥാനത്തിൽ പോലീസ് ഇപ്പോൾ പരിശോധന നടത്തുന്നു. JCB അടക്കം ഉപയോഗിച്ച് സെപ്റ്റിക് ടാങ്ക് തുറന്ന് മറ്റ് മാലിന്യ ടാങ്കുകളൊക്കെ തുറന്ന് പോലീസ് പരിശോധന നടത്തുകയാണ്. വലിയ പരിമിതികൾ പോലീസിന് മുമ്പുണ്ട്. 15 വർഷം മുമ്പ് നടന്ന സംഭവമാണ്. അതിൻ്റെ വസ്തുത എന്ത് എന്നറിയിലുള്ള അന്വേഷിക്കലാണ് പോലീസിൽ ഇപ്പോൾ ഉള്ളത്. അവിടെ തത്സമയ ദൃശ്യങ്ങൾ പകർന്നുകൊണ്ട് ഷാജഹാൻ ഞങ്ങളുടെ പ്രതിനിധി കൂടി ചേരുകയാണ്. ഷാജി, എന്തൊക്കെ സൂചനകൾ പുതിയതായി ലഭിക്കുന്നു? അജിംഷാദ്, തീർച്ചയായും മാന്നാറിൽ മറഞ്ഞിരിക്കുന്ന ആ വസ്തുതയെ പുറത്തെടുക്കാനായി പോലീസ് കിണഞ്ഞ് പരിശ്രമിക്കുകയാണ്. ഉമ്മക്കത്തിൽ പറഞ്ഞത് മൊഴിയുടെ അടിസ്ഥാനത്തിൽ കേൾക്കുന്നതൊക്കെ ശരിയാണോ അതോ തെറ്റാണോ? അനിലിനെ നാട്ടിലെത്തിക്കണമോ വേണ്ടയോ? അനിൽ ഇവിടെ എത്തി ചോദ്യം ചെയ്യലുകൾക്ക് വിധേയമായാൽ മാത്രമേ സത്യം പുറത്തെത്തുകയുള്ളൂ. എന്തൊക്കെയാണ് പറയുന്നതും പുറത്തു വരുന്നതുമായ കഥകളിലെ വസ്തുതകൾ പരിശോധിക്കേണ്ടതുണ്ട്. മാന്നാറിലെ അനിലിൻ്റെ വീടിന് ചുറ്റും പോലീസ് ഇപ്പോൾ JCB അടക്കം ഉപയോഗിച്ച് പരിശോധിക്കുകയാണ്. പ്രധാനമായും സെപ്റ്റിക് ടാങ്കും മാലിന്യ ടാങ്കും ഒക്കെയാണ്, ഭൂമിക്കടിയിലുള്ള മാലിന്യ ടാങ്കും ഒക്കെയാണ് പരിശോധനയ്ക്ക് വിധേയമാക്കിക്കൊണ്ടിരിക്കുന്നത്. 15 വർഷം മുമ്പുള്ള സംഭവഗതികളായതിനാൽ ചില വെല്ലുവിളികളുണ്ട്. അതുകൊണ്ട് തെളിവുകൾ നശിക്കാതിരിക്കാൻ ഭൗതികമായി തന്നെ വളരെ സൂക്ഷ്മതയോടുകൂടി കൈകാര്യം ചെയ്യേണ്ടതുണ്ട്. അതാണ് ഈ താമസം ഇത്രയേറെ വൈകുന്നത്, തെളിവുകളുടെ തുമ്പുകൾ ലഭിക്കാൻ ഇത്രയേറെ വൈകുന്നതിലെ ഒരു പ്രായോഗികമായ പ്രതിസന്ധി അവിടെയാണ് ഇരിക്കുന്നത്. കാരണം വളരെ സൂക്ഷ്മാർത്ഥത്തിൽ മാത്രമേ അത് കൈകാര്യം ചെയ്യാനാകൂ. എന്നാൽ മാത്രമേ ബോഡിയുടെ അവശിഷ്ടങ്ങളോ മറ്റ് തെളിവുകളോ മറ്റ് എന്തെങ്കിലും തുമ്പുകളോ ലഭിക്കുകയുള്ളൂ. അതിൻ്റെ അടിസ്ഥാനത്തിൽ ഫോറൻസിക് നിർദ്ദേശങ്ങളുടെയും സഹായത്തിൻ്റെയും അടിസ്ഥാനത്തിൽ കൂടിയാണ് പോലീസ് ഇപ്പോൾ തൊഴിലാളികളുമൊത്ത് പരിശോധന നടത്തുന്നത്. ആ പരിശോധനയുടെ ദൃശ്യങ്ങൾക്കൊപ്പമാണ് വിവരങ്ങൾ ഷാജഹാൻ നൽകിക്കൊണ്ടിരിക്കുന്നത്. ആ നാട് മുഴുവൻ, കേരളത്തോടൊപ്പം ആ നാട് മുഴുവൻ അവിടേക്ക് ചുറ്റും കൂടിയിരിക്കുകയാണ്. എന്താണ് അതിൻ്റെ വസ്തുതകൾ? സിനിമാ കഥകളെപ്പോലും വെല്ലുന്ന രീതിയിലുള്ള കാര്യങ്ങളാണ് കേൾക്കുന്നത്. ആ തിരക്കഥകൾ പോലെ പറയുന്ന കാര്യങ്ങൾ സത്യമാണോ? അതിൻ്റെ വസ്തുത എന്ത്? അനിൽ കുറ്റക്കാരനാണോ? ഈ കല ഒളിച്ചോടി നാട് വിട്ടു പോയതാണോ അല്ലെങ്കിൽ കലയെ കൊന്നു കുഴിച്ചു മൂടിയതാണോ? പ്രചരിക്കുന്ന കഥകളിൽ വസ്തുതകൾ എന്ത്? ഇതാണ് പോലീസിന് മുമ്പിലുള്ള വെല്ലുവിളി. അതിനുശേഷം നിയമ നടപടികളിലും ഇങ്ങനെ സംഭവിച്ചിട്ടുണ്ടെങ്കിൽ പോലും പ്രതികൾക്ക് ശിക്ഷ വാങ്ങിക്കൊടുക്കാൻ ഈ തെളിവുകളും ഇതിൻ്റെ അന്വേഷണങ്ങളും ഒക്കെ അനിവാര്യമാണ് പോലീസിന് മുമ്പിൽ. അതാണ് പോലീസ് ഇപ്പോൾ നടത്തിക്കൊണ്ടിരിക്കുന്നത്. പരിശോധനകൾ അതിശക്തമായി നടത്തുകയാണ്. ദൃശ്യങ്ങൾക്കൊപ്പം ഷാജഹാൻ കൂടി ചേരുന്നു. ഷാജി, എന്തൊക്കെയാണ് പോലീസിന് മുമ്പിലുള്ള പുതിയ വെല്ലുവിളികൾ? ഇതുവരെയുള്ള കാര്യങ്ങൾ, മണിക്കൂറുകൾ നീണ്ട പരിശോധനകളിൽ പോലീസിന് എന്തെങ്കിലും പോസിറ്റീവായ സൂചനകൾ ലഭിച്ചിട്ടുണ്ടോ? അതടക്കമുള്ള വിവരങ്ങൾ കൂടി പങ്കുവച്ചാൽ. ഷാജഹാൻ. ചില സംശയിക്കേണ്ടതായ തരത്തിലുള്ള ചില വസ്തുക്കൾ ലഭിച്ചു എന്നാണ് നമുക്ക് മനസ്സിലാക്കാൻ സാധിക്കുന്നത്. ഇതിപ്പോൾ ഡോക്ടർമാരുടെ ഫോറൻസിക് സംഘം അത് പരിശോധിച്ചു വരികയാണ്. ഇപ്പോൾ നടത്തിയ പരിശോധനയിൽ നിന്നും കൂടത്തിൻ്റെതെന്ന് സംശയിക്കുന്ന ചില വസ്തുക്കൾ ലഭ്യമായിട്ടുണ്ട്. അത് പോലീസ് വിദഗ്ധ സംഘം പരിശോധിച്ചു വരികയാണ്. അവരത് പരിശോധിച്ച് സ്ഥിരീകരിച്ചാൽ മാത്രമേ, അല്ലെങ്കിൽ അതിനിയും ഒരുപാട് കടമ്പകളൊക്കെ ഉണ്ട്, ഫോറൻസിക്കിന്റെ പരിശോധനകളുണ്ട്, അത് ഈ കുട്ടിയുടെ തന്നെയാണെന്ന് നോക്കേണ്ടത്, ഇത്തരം കാര്യങ്ങളൊക്കെ തന്നെ പരിശോധിക്കേണ്ടതുണ്ട്. പക്ഷെ അത്തരത്തിൽ സംശയിക്കേണ്ടതായിട്ടുള്ള അല്ലെങ്കിൽ പോലീസിന് ആശ്വാസം പോരുന്ന ചില വാർത്തകൾ പുറത്തു വരുന്നു എന്നാണ് നമുക്ക് മനസ്സിലാക്കാൻ സാധിക്കുന്നത്. എന്തായാലും പോലീസ് വളരെ സംഭവം നടക്കുന്നതിന് വളരെ ദൂരത്താണ് മാധ്യമങ്ങളെയൊക്കെ തന്നെ നിർത്തിയിരിക്കുന്നത്. അവർക്കിത് കാണുന്നതിനും മറ്റും അല്ലെങ്കിൽ ചിത്രീകരിക്കുന്നതിനുള്ളൊരു അവസരം. കാരണം ഇത്രത്തോളം വളരെയധികം രഹസ്യ സ്വഭാവത്തിൽ തന്നെയാണ് ഈ അന്വേഷണമായിട്ട് മുൻപോട്ട് പോകുന്നത്. അതുകൊണ്ട് തന്നെയാണ് ഞാൻ സൂചിപ്പിച്ചത്, പോലീസിന് എന്തൊക്കെയോ ചില വസ്തുക്കൾ ഇതിൽ നിന്നും കണ്ടെത്താൻ കഴിഞ്ഞതായിട്ടാണ് നമുക്ക് മനസ്സിലാക്കാൻ സാധിക്കുന്നത്. അതിൽ ചില സംശയങ്ങളും പോലീസിനുണ്ട്. അത് പരിശോധിക്കുന്നതിന് ഫോറൻസിക് സംഘത്തെ നിയോഗിച്ചിരിക്കുകയാണ്. അവരിപ്പോൾ അത് പരിശോധിച്ചുകൊണ്ടിരിക്കുകയാണ്. അതിനുശേഷമായിരിക്കും ഇനി കൂടുതൽ പരിശോധനകളിലേക്ക് പോവുക. നിലവിൽ ഈ കണ്ടെടുത്ത സാധനങ്ങളിൽ വല്ല വസ്തുതയും ഉണ്ടോ എന്നുള്ള കാര്യമാണ് പോലീസ് ഇപ്പോൾ പരിശോധിച്ചു വരുന്നത്. അജിംഷാദ്, തീർച്ചയായും പോലീസിൻ്റെ പരിശോധനകൾ എവിടം വരെയായി? അതിൻ്റെ വസ്തുതകൾ എന്താണ് ഇപ്പോൾ വെളിവായിക്കൊണ്ടിരിക്കുന്ന തെളിവുകൾ? മാന്നാറിൽ 15 കൊല്ലം മുമ്പ് 20-കാരിയായ കലയെ കാണാതാകുന്നു.
ഭർത്താവ് പറയുന്നത് മറ്റൊരാളോടൊപ്പം കല പോയി എന്നതായിരുന്നു. ആ പ്രചരിക്കുന്ന കഥകൾ ശരിയാണോ തെറ്റാണോ? ഇനി ഇപ്പോൾ 15 വർഷങ്ങൾക്ക് ശേഷം ഇപ്പോഴൊരു ഊമക്കത്ത് മാന്നാർ പോലീസിന് ലഭിക്കുകയാണ്. മാന്നാർ പോലീസിന് ലഭിച്ച ആ ഊമക്കത്തിൽ പറയുന്നത് കലയെ കൊന്നു എന്നാണ്. കൊന്നു കുഴിച്ചുമൂടാൻ സഹായിച്ചവരടക്കമുള്ളവരുമായി ചേർന്ന് ഏറ്റവും ഒടുവിൽ അനിൽ എന്ന കലയുടെ ഭർത്താവ് മദ്യപാന സദസ്സ് നടത്തിയിരുന്നു. ആ മദ്യപാന സദസ്സിൽ കാര്യങ്ങൾ അനിൽ വീണ്ടും ആവർത്തിച്ചിരുന്നു എന്നതടക്കമുള്ള കാര്യങ്ങൾ പറയുന്നുണ്ട്. അതടക്കമുള്ള കാര്യങ്ങൾ ഉൾപ്പെടുത്തിയാണ് ഊമക്കത്ത് പോലീസിന് ലഭിക്കുന്നത്. അങ്ങനെ പോലീസ് നടത്തിയ പരിശോധനയിൽ ആ 5 പേർ അനിലിനൊപ്പം ഏറ്റവും ഒടുവിലായി മദ്യപിച്ച അനിലിൻ്റെ സുഹൃത്തുക്കളും ബന്ധുവുമടക്കം 5 പേരെ പോലീസ് കസ്റ്റഡിയിലെടുക്കുന്നു. അവരിപ്പോൾ മാന്നാർ പോലീസിൻ്റെ കസ്റ്റഡിയിലാണ്. അവരെയാണ് പോലീസ് ചോദ്യം ചെയ്തുകൊണ്ടിരിക്കുന്നത്. അവരിൽ നിന്നും നിർണായക മൊഴികൾ പോലീസിന് ലഭിച്ചു എന്നാണ് ഇപ്പോൾ പുറത്തെത്തുന്ന വിവരം. ഒരുപക്ഷേ ആ ഊമക്കത്തുകളിൽ പറയുന്ന കാര്യങ്ങൾ വെളിവാകുന്ന തരത്തിലേക്കാണ് അവരുടെ മൊഴികളും സാധൂകരിച്ചത്. അതിൻ്റെ അടിസ്ഥാനത്തിൽ പോലീസ് ഇതാ മാന്നാറിലെ അനിലിൻ്റെ വീട്ടിലേക്ക് പാഞ്ഞെത്തുന്നു. JCB അടക്കം ഉപയോഗിച്ച് പരിശോധന നടത്തുന്നു. ഊമക്കത്തിൽ പറഞ്ഞത് പ്രകാരം ആ 5 അനിലിൻ്റെ സുഹൃത്തുക്കളും ബന്ധുവുമടക്കം ആ 5 പേരിൽ നിന്ന് പോലീസ് കസ്റ്റഡിയിലുള്ള ആ 5 പേരിൽ നിന്ന് ലഭിച്ച മൊഴിയുടെ അടിസ്ഥാനത്തിൽ കൊന്നത് തങ്ങളല്ലെന്നും കൊല്ലപ്പെട്ട കലയെ കുഴിച്ചുമൂടിയത് തങ്ങളാണെന്നും അത് അനിലിൻ്റെ വീട്ടിലാണെന്നും അവരുടെ മൊഴിയിൽ നിന്നും പോലീസിന് ലഭിച്ചതിൻ്റെ അടിസ്ഥാനത്തിലാണ് പോലീസ് ഇപ്പോൾ അവിടേക്ക് പാഞ്ഞെത്തി പരിശോധന നടക്കുന്നത്. മണിക്കൂറുകളായി അനിലിൻ്റെ ആ വീട്ടിൽ പരിശോധന നടത്തുകയാണ്. മൊഴിയുടെ അടിസ്ഥാനത്തിൽ കുഴിച്ചുമൂടിയത് സെപ്റ്റിക് ടാങ്കിലാണ്, അല്ലെങ്കിൽ ഭൂമിക്കടിയിലുള്ള അനിലിൻ്റെ വീട്ടിൻ്റെ ഭൂമിക്കടിയിലുള്ള ഏതോ ടാങ്കിലാണ് എന്ന അവരുടെ മൊഴിയുടെ അടിസ്ഥാനത്തിലാണ് പോലീസ് ഇപ്പോൾ പരിശോധന നടത്തുന്നത്. ആ പരിശോധനയിലാണ് ഇപ്പോൾ സെപ്റ്റിക് ടാങ്ക് തുറന്ന് പൊളിച്ച് പോലീസ് പരിശോധിക്കുന്നത്. അതുമാത്രമല്ല, ആ വീടിന് ചുറ്റും പരിശോധനകൾ വിന്യസിച്ചുകൊണ്ട് ഫോറൻസിക് സഹായത്തോടുകൂടി പോലീസ് പരിശോധനകൾ പുരോഗമിപ്പിക്കുകയാണ്. അതിൻ്റെ ദൃശ്യങ്ങളാണ് തത്സമയമായി ഇപ്പോൾ നാം കണ്ടുകൊണ്ടിരിക്കുന്നത്. മണിക്കൂറുകൾ കഴിഞ്ഞു, എന്തെങ്കിലും തുമ്പ് ലഭിച്ചിട്ടുണ്ടോ? തടസ്സങ്ങളുണ്ട്, ഒരുപാട് തടസ്സങ്ങളുണ്ട്. 15 വർഷം മുമ്പ് നടന്ന സംഭവഗതികളാണ്. സ്വാഭാവികമായും ആ തടസ്സങ്ങൾ നീക്കി അതിൻ്റെ വസ്തുതയിലേക്ക്, കൊന്നതാണോ കിംവദന്തിയാണോ ഫേക്കാണോ ഇതൊക്കെ അറിയാൻ ആ വസ്തുതയിലേക്ക് പോലീസിന് പോകേണ്ടതുണ്ട്. ആ വസ്തുതയിലേക്കുള്ള പോലീസിൻ്റെ അന്വേഷണമാണ് ഇപ്പോൾ നടന്നുകൊണ്ടിരിക്കുന്നത്. ആ പരിശോധനകളുടെ വിവരങ്ങളാണ് കൈരളി ന്യൂസിലൂടെ ദൃശ്യങ്ങളായും വിവരങ്ങളായും നാം അറിഞ്ഞുകൊണ്ടിരിക്കുന്നത്. ഷാജഹാൻ, അജിംഷാദെ പറയൂ. തീർച്ചയായും ഈ കസ്റ്റഡിയിലുള്ള 5 പേരുടെ മൊഴിയുടെ അടിസ്ഥാനത്തിലുള്ള പരിശോധനയാണല്ലോ ഇപ്പോൾ നടന്നുകൊണ്ടിരിക്കുന്നത്. ഈ 5 പേർക്ക് നേരത്തെ ഞാൻ സൂചിപ്പിച്ചതുപോലെ എന്തെങ്കിലും ക്രിമിനൽ പശ്ചാത്തലം, പ്രീ ഹിസ്റ്ററി ഉണ്ടോ? അജിംഷാദെ, അത്തരം കാര്യങ്ങളൊന്നും തന്നെ പോലീസ് ഇപ്പോൾ നമ്മോട് വ്യക്തമാക്കുന്നില്ല. കാര്യം ഇവരുടെ ഹിസ്റ്ററി, ഈ കൊലപാതകം അല്ലെങ്കിൽ അത്തരത്തിലുള്ള ഏതെങ്കിലും കേസുകളിൽ ഉൾപ്പെട്ടിട്ടുള്ളവർ അത്തരം കാര്യങ്ങളൊന്നും വ്യക്തമല്ല. പക്ഷേ എങ്കിലും ഈ അനിൽകുമാറിൻ്റെ ബന്ധുവും സുഹൃത്തുക്കളും അടുത്ത ബന്ധുക്കളും ഒക്കെ തന്നെയാണ് ഇപ്പോൾ ഈ കേസിൽ അകപ്പെട്ട് ഇപ്പോൾ പോലീസ് കസ്റ്റഡിയിലുള്ളത്. ഇവരുടെ മൊഴിയുടെ അടിസ്ഥാനത്തിലാണ് ഇപ്പോൾ പോലീസ് പരിശോധന. മാന്നാറിലെ കൊലപാതകം, മാന്നാറിലെ ദുരൂഹത, മാന്നാറിലെ സംഭവഗതികൾ എന്ത്? മാന്നാറിൽ കല കൊല്ലപ്പെട്ടതാണോ എന്നുള്ളതാണ് പരിശോധനയ്ക്ക് വിധേയമാക്കിക്കൊണ്ടിരിക്കുന്നത്. 15 വർഷം മുമ്പ് നടന്ന സംഭവഗതികളാണ്. അതിൻ്റെ വസ്തുതകൾ തേടിയാണ് പോലീസ് ഇപ്പോൾ പരിശോധിക്കുന്നത്. ഭൂമിയടക്കം കിളച്ചുമറിച്ച് സെപ്റ്റിക് ടാങ്കുകളടക്കം തുറന്നാണ് പോലീസ് പരിശോധിച്ചുകൊണ്ടിരിക്കുന്നത്. മാന്നാറിൽ നിന്നുള്ള തത്സമയ ദൃശ്യങ്ങൾ കൂടിയാണ് കൈരളി ന്യൂസിലൂടെ നാം കണ്ടുകൊണ്ടിരിക്കുന്നത്. ഏറ്റവും പ്രധാനപ്പെട്ട വസ്തുത 5 പേർ, ആ 5 പേർ നൽകിയ മൊഴിയാണ്. ഇനിയുള്ളത് അനിലിനെ നാട്ടിലെത്തിക്കലാണ്. അനിൽ എന്ന കലയുടെ ഭർത്താവ്, ഈ കൊലപാതകിയായി ഇപ്പോൾ ചിത്രീകരിക്കപ്പെട്ട ആൾ, അതിൻ്റെ വസ്തുത തെളിവാകുന്നത് വരെ ഒരുപക്ഷെ ആ പരിശോധനകളിൽ അദ്ദേഹത്തെ കുറ്റാരോപിതൻ എന്ന അർത്ഥത്തിലല്ലാതെ പറയാനാകില്ല. അങ്ങനെയാണെങ്കിൽ ആ അനിൽ ഇസ്രയേലിലാണ് ഇപ്പോൾ ഉള്ളത്. ഇസ്രയേലിൽ നിന്ന് അനിലിനെ ഇവിടെ എത്തിക്കേണ്ടതുണ്ട്. ആ എത്തിക്കുന്നത് ഇത്തരത്തിൽ ഒരു ഫേക്ക് ആണെങ്കിൽ ആ ഫേക്ക് വിവരത്തിൻ്റെ അടിസ്ഥാനത്തിൽ അന്യരാജ്യത്തിലുള്ള ഒരു പൗരനെ ഇവിടെ എത്തിക്കുന്നതിൽ ബുദ്ധിമുട്ടുണ്ട്. അങ്ങനെയാണെങ്കിൽ ഫേക്ക് അല്ല, അത് വ്യാജമല്ല, അത് വസ്തുതാപരമാണ് എന്നറിയണമെങ്കിൽ പരിശോധനകൾ നടത്തേണ്ടതുണ്ട്. അതിൻ്റെ വഴിയിലാണ് ഇപ്പോൾ പോലീസ്. ആ പരിശോധനകളിൽ കലയുടെ മൃതദേഹത്തിൻ്റെയോ കൊലപാതകത്തിൻ്റെയോ കൊലപാതകം ചെയ്ത എന്തെങ്കിലും തൊണ്ടിമുതലുകളുടെയോ ഒക്കെ തെളിവുകൾ ലഭിക്കേണ്ടതുണ്ട്. മൊഴികളുടെയും മറ്റും അടിസ്ഥാനത്തിൽ ആ ലഭിക്കുന്ന തെളിവുകൾ ഒരുപക്ഷെ ശേഖരിക്കേണ്ടതുണ്ട്. അതാണിപ്പോൾ മാന്നാറിലെ ആ വീട്ടിൽ നടന്നുകൊണ്ടിരിക്കുന്നത്. പോലീസ് പരിശോധനയിലാണ്. ഷാജി വിവരങ്ങൾ നൽകിക്കൊണ്ടിരിക്കുകയാണ്. ഷാജി, ഏറ്റവും പുതിയ വിവരങ്ങൾ അനുസരിച്ച് എന്തൊക്കെ രീതിയിലുള്ള തെളിവുകളാണ് പോലീസ് ലഭിച്ചുകൊണ്ടിരിക്കുന്നത്? അവിടുത്തെ പരിശോധനകൾക്കൊപ്പം അനിലിൽ നിന്ന് വിവരങ്ങൾ തേടാനും പോലീസ് ശ്രമിക്കുന്നുണ്ടാകും. അനിലിനെ നാട്ടിലെത്തിക്കാതെ തന്നെ പ്രാഥമികമായി പോലീസിൻ്റെ കർത്തവ്യം അതായിരിക്കും ഒരുപക്ഷെ, അല്ലേ?
തീർച്ചയായിട്ടും അജിംഷാദ് സൂചിപ്പിച്ച പോലെ തന്നെ ഈ കേസുമായി ബന്ധപ്പെട്ട് അനിലിനും ഈ കേസിൽ നിർണായകമായ പങ്കുണ്ട് എന്ന് തന്നെയാണ് അനിലിനോടൊപ്പം ഉള്ളവർ പറഞ്ഞത്. പക്ഷേ എങ്കിലും ഇതൊരു കൊലപാതകമാണോ അല്ലെങ്കിൽ ഈ കൊലപാതകത്തിന്റെ അവശിഷ്ടങ്ങൾ ലഭിച്ചാൽ മാത്രമേ പോലീസിന് ഇക്കാര്യത്തിൽ വ്യക്തത വരുത്താനും അതോടൊപ്പം തന്നെ അനിൽകുമാറിലേക്ക് പോകാനും കഴിയുകയുള്ളൂ. പക്ഷേ നിലവിലെ സാഹചര്യത്തിൽ ഈ സെപ്റ്റി ടാങ്കുകൾ പരിശോധിച്ചപ്പോൾ ചില മൃതദേഹാവശിഷ്ടങ്ങൾ എന്ന് സംശയിക്കുന്ന വസ്തുക്കൾ പോലീസ് കണ്ടെടുത്തു എന്നാണ് നമുക്ക് പറയാൻ സാധിക്കുന്നത്. അത് കൂടുതൽ പരിശോധന നടത്തുന്നതിനായി ഫോറൻസിക് വിദഗ്ധരെ ഏൽപ്പിച്ചിരിക്കുകയാണ്. അത്തരം പരിശോധനകൾക്ക് ശേഷം ടാങ്കിൽ കൂടുതലായിട്ട് പരിശോധന നടത്തി അതിന്റെ അടിയിൽ അതുണ്ടോ എന്നുള്ളത് സംബന്ധിച്ച് കൂടുതൽ അവശിഷ്ടങ്ങൾ ലഭിക്കുമോ എന്നത് സംബന്ധിച്ചുള്ള പരിശോധനയിലേക്കായിരിക്കും പോലീസ് ഇപ്പോൾ പോകുന്നത്. എന്തായാലും നേരിയ ആശ്വാസം നൽകുന്ന ഒരു വാർത്ത തന്നെയാണ് നമുക്കിപ്പോഴും ഇവിടെ നിന്ന് നൽകാൻ കഴിയുന്നത്. എന്തൊക്കെയോ ചില വസ്തുക്കൾ മൃതദേഹത്തിന്റെ അവശിഷ്ടങ്ങൾ എന്ന് സംശയിക്കുന്ന എന്തൊക്കെയോ ചില വസ്തുക്കൾ പോലീസിന് ലഭിച്ചിട്ടുണ്ട് എന്ന് തന്നെയാണ് നമുക്ക് സംശയിക്കേണ്ടിയിരിക്കുന്നത്. ഫോറൻസിക് പരിശോധിച്ചുകൊണ്ടിരിക്കുകയാണ്. അങ്ങനെ വരുമ്പോൾ ഈ മൃതദേഹം ഇതിനുള്ളിലുണ്ട്, അതൊരു കൊലപാതകമായിരുന്നു എന്നുള്ളതിലേക്ക് നമുക്ക് പോകേണ്ടി വരും. അജിംഷാദ്. ഷാജഹാനാണ് വിശദാംശങ്ങൾ നൽകിയത്.